ജെൻസി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റവും പുതിയ നിർണായക നീക്കങ്ങളിലൂടെ വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിവുള്ളതാണ്. അതാത് കാലഘട്ടങ്ങളിലെ ഈ യുവതലമുറ തങ്ങളുടെ അവകാശങ്ങൾ ശക്തിയുക്തം ഉന്നയിച്ചുകൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ പ്രഖ്യാപിത സമര മുന്നേറ്റങ്ങൾ നടത്തി സർക്കാരിനെ പോലും അട്ടിമറിച്ച ചരിത്രമാണ് ഈ അടുത്ത കാലത്തും നമ്മൾ കണ്ടത്. നേപ്പാളിലും മഡ്ഗാസ്കറിലും മൊറോക്കയിലും പെറുവിലും തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ നേർചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ ബീഹാറിൻ്റെ മണ്ണിലും ജെൻസി മുന്നേറ്റത്തിൻ്റെ അലയൊലികൾ മുഴങ്ങിക്കേൾക്കുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കുന്ന ജെൻസിയുടെ ആരവമാണ്. അതെ, രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ ഇന്നത്തെ വിപ്ലവാത്മക നേതാവിൻ്റെ പിന്നിൽ ജെൻസി അണിനിരക്കുകയാണ്. ഒരു വിജയത്തിൻ്റെ മുന്നേയുള്ള അഗ്നിപരീക്ഷണങ്ങളിൽ നിൽക്കുമ്പോഴും മഹാഗഠബന്ധൻ തങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ അത്രയും മൂർച്ച കൂട്ടി വയ്ക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാ തലപ്പത്ത് ഏത് പാർട്ടി അധികാരത്തിൽ വരണമെന്നത് തീരുമാനിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പ് ബീഹാറിൽ ഉടൻ സംജാതമാകുകയാണ്. ലാലു പ്രസാദ് യാദവ് പതിറ്റാണ്ടുകളോളം നട്ടുനനച്ച് കൊയ്തെടുത്ത ബീഹാർ മണ്ണ് നിതീഷ് കുമാർ BJP ബാന്ധവത്തിലൂടെ പിടിച്ചെടുക്കുകയും അവിടെ കാലുമാറി മുന്നണി സമവാക്യങ്ങളുടെ എത്തിക്സൊക്കെ കാറ്റിൽ പറത്തി അധികാരം മാത്രം ലക്ഷ്യമാക്കി കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം വാഴുകയാണ് നിതീഷ് കുമാർ. പുതിയ ഡിജിറ്റൽ യുഗം പിറന്നിട്ടും ലോകത്ത് അപരിഷ്കൃത സമ്പ്രദായങ്ങളെല്ലാം അവസാനിപ്പിച്ച് പരിഷ്കൃത സമൂഹത്തെ കെട്ടിപ്പടുത്തിട്ടും ബീഹാറിൻ്റെ കുഗ്രാമങ്ങളിൽ അപരിഷ്കൃത സമൂഹം ദുരിത കയത്തിലാണ്. ഇന്നും ചേരികളിൽ റോഡിൻ്റെ സൈഡിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു സമൂഹം പോലും ഡിജിറ്റൽ ഇന്ത്യയുടെയും സ്വച്ഛ് ഭാരതത്തിൻ്റെയും ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഭരിക്കുന്ന ബീഹാർ ഭരിക്കുന്ന BJP JDU പാർട്ടികളുടെ വികസന പാപ്പരത്തമല്ലേ? ഇത്തരം നാണക്കേടാണ് ജെൻസിയുടെ മുന്നേറ്റങ്ങൾക്ക് കാരണം. രാഹുൽ ഗാന്ധി എന്ന വിപ്ലവസ്വരം രാജ്യത്തിൻ്റെ ഓരോ അണുവിലും ആവേശത്തിൻ്റെ മാറ്റൊല്ലി തീർക്കുമ്പോൾ ആ ശബ്ദത്തിൽ ആർജവത്വത്തിൻ്റെ യുവത്വം പ്രസരിക്കുന്നുണ്ട്. ആ പ്രസരണമാണ് ബീഹാറിൻ്റെ മണ്ണിലും പ്രകമ്പനം തീർത്തത്. ആ പ്രകമ്പനത്തിൻ്റെ കമ്പനം ജെൻസിയുടെ സ്പന്ദനങ്ങളായി ഉയരുകയാണ് ബീഹാറിൽ. തേജസ്വി യാദവിൻ്റെ യുവത്വത്തിൻ്റെ തിളപ്പും രാഹുൽ ഗാന്ധി എന്ന ഉപരിവിപ്ലവത്തിൻ്റെ ചടുലതയും അവിടെ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. അത് ജെൻസി മുന്നേറ്റമായി വീശിയടിക്കുന്നതോടെ ബീഹാറിൽ ചരിത്രം തിരുത്തി എഴുതപ്പെടും. രാഹുൽ ഗാന്ധി ഇക്കാലം അത്രയും ഉയർത്തുന്ന ശബ്ദവും ഈ യുവതയ്ക്ക് വേണ്ടിയായിരുന്നു. തൊഴിലില്ലായ്മയും യുവാക്കളോടുള്ള അവഗണനയും നിമിത്തം സ്വന്തം രാജ്യം വിട്ട് അന്യരാജ്യങ്ങളിൽ അഭയം തേടിയ യുവാക്കളുടെ കണക്കുകളിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സ്വന്തം നാട്ടിൽ തൊഴിലെടുത്ത് കുടുംബം പോറ്റാൻ സാഹചര്യമുണ്ടായിട്ടും സർക്കാർ അതിന് വേണ്ട സാഹചര്യം ഒരുക്കാതെ രാജ്യത്തെ ഇരുണ്ട കാലത്തേക്കും കാളവണ്ടി യുഗത്തിലേക്കും നടത്തി രാഷ്ട്രീയമായി അടിമത്തം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഒരു വമ്പൻ ജെൻസി മുന്നേറ്റം തിരതല്ലുകയാണ്. ബീഹാറിലടക്കം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും BJP നടത്തിയ വോട്ട് കൊള്ളയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വർഗീയമായി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയും അടക്കം രാജ്യത്ത് നടത്തിയ ജനാധിപത്യത്തെ തകർക്കുന്ന ബഹുസ്വരതയെ തകർക്കുന്ന BJP നയം ജെൻസിയുടെ മുന്നേറ്റത്തിൽ തകർത്തെറിയും. രാജ്യത്ത് അതിനായുള്ള ഒരുക്കങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. വോട്ട് ചോരി ഉയർത്തിപ്പിടിച്ച് വോട്ടധികാര യാത്ര ബീഹാറിൽ 13 ജില്ലകളിലൂടെ ഗ്രാമങ്ങളിലൂടെ കടന്നു മുന്നേറിയപ്പോൾ രാഹുൽ ഗാന്ധി വിജയത്തിൻ്റെ സൂത്രവാക്യം രചിക്കുകയായിരുന്നു. അത് ബീഹാറിൽ മാത്രമല്ല ദേശീയ അധികാര മാറ്റത്തിനും വഴിവെക്കുന്നതാണ്. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൊടുമ്പിരി കൊള്ളുകയാണ്. മഹാഗഠബന്ധന്റെ വളർച്ചയിൽ ഉയർച്ചയിൽ അവിടെ NDAയ്ക്ക് ചുറ്റും അഗ്നിവ്യൂഹം തീർക്കുകയാണ് മഹാഗഠബന്ധൻ. ഇതിനിടെ ജെൻസി മുന്നേറ്റം മോദിയുടെ ഭരണത്തിന് വിരാമമിടാൻ ഒരു മുന്നേറ്റത്തിലാണ്. ഒരു ജെൻസി യുഗത്തിൽ BJP ഭരണം തകർന്നടിയും. ഒരു കോൺഗ്രസ് യുഗം പിറന്നു വീഴും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.